നിങ്ങൾ തന്നെ ചോദ്യത്തിൽ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, എന്നെക്കുറിച്ച് ചോദിച്ചപ്പോൾ എനിക്ക് വിവരമില്ലെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ എന്ത് വിവരക്കേടാണ് ആരാണ് പറയുന്നതെന്ന് നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചുമ്മാ വളവള വിവരക്കേട് പറഞ്ഞ് നടക്കുകയാണെന്ന കാര്യം എല്ലാവർക്കും അറിയാം. അതിൽ ഗൗരവമായൊരു കാര്യം, ആലപ്പുഴയിലെ വനിതാ പ്രവർത്തകരെ നിരന്തരം അധിക്ഷേപിക്കുകയാണ്. ഇപ്പോൾ ആലപ്പുഴ നഗരസഭ ചെയർപേഴ്സന്മാരായിരുന്ന കെ ജയമ്മ, സൗമ്യ രാജ്, ഇപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ടുള്ള മായ രാജേന്ദ്രൻ, ഇവരുടെയെല്ലാം പേരെടുത്ത് പറഞ്ഞിട്ട് അവരെ വല്ലാതെ ആക്ഷേപിക്കുകയാണ്. ആ സ്ത്രീകൾ നിയമപരമായ നടപടിയിലേക്ക് പോകാത്തതുകൊണ്ടാണ്. അവരെന്ത് തെറ്റാണ് ചെയ്തത്? ഇദ്ദേഹം ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്ന് അവിടെ നിന്ന് ചാടി കടന്നു പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി മുദ്രാവാക്യം അദ്ദേഹത്തിന് വിളിക്കണമെന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യം. രാഷ്ട്രീയമായ എതിർപ്പുണ്ടാകും. ആ എതിർപ്പ് ഇടതുപക്ഷ പ്രവർത്തകർ പ്രകടിപ്പിക്കുകയും ചെയ്യും. അത് പ്രകടിപ്പിക്കുന്നതിനെ മുൻനിർത്തിയിട്ട് വ്യക്തിപരമായി ഈ സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന നിരന്തരമായൊരു ശീലമാക്കി അദ്ദേഹം മാറ്റുന്നു എന്നുള്ള ഇപ്പോഴും കാണുന്ന കാര്യം. അതുമാത്രമല്ല, നിങ്ങളുടെ ഇപ്പോൾ മാധ്യമപ്രവർത്തകനായ നിങ്ങളുടെ കൂട്ടത്തിലുള്ള കൈരളി ടി വിയുടെ റിപ്പോർട്ടർ ഷാജഹാനെ നിങ്ങൾ തന്നെ കേട്ടതാണ്. നിങ്ങളെല്ലാം നന്നായ കാര്യത്തിൽ പ്രതികരിച്ചു. അത് നിങ്ങൾ മാധ്യമങ്ങളെന്ന നിലയ്ക്ക് മാത്രമല്ല, വ്യക്തിപരമായ ഓരോ മാധ്യമ പ്രവർത്തകരും നിങ്ങൾ പ്രതികരിച്ചു. അദ്ദേഹത്തെ വിളിച്ചത് വർഗീയവാദി എന്നാണ്. ഷാജഹാൻ ഈ നാട്ടുകാരൻ, എൻ്റെ നാട്ടുകാരനാണ്. ഷാജഹാൻ്റെ കുടുംബത്തെ എനിക്ക് ചെറിയ പ്രായം തൊട്ട് അറിയാം. അവരുടെ അത്തയെ അറിയാം, അമ്മയെ അറിയാം, എല്ലാവരെയും. അങ്ങനെ വളരെ സെക്യുലറായി ജീവിച്ചു പോകുന്ന ദീർഘവർഷമായ ആലപ്പുഴയിലെ മാധ്യമ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളെ വിളിച്ച് വർഗീയവാദി എന്നാണ്. അദ്ദേഹം 2021 ഞാൻ മത്സരിക്കുമ്പോൾ എന്നെയും അദ്ദേഹം വർഗീയവാദിയാക്കാൻ ശ്രമിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അന്നൊരു സംഘടനയുടെ പേരിൽ പോസ്റ്റർ വെച്ചിട്ട് ഞാനൊരു വർഗീയവാദിയാണെന്ന് സ്ഥാപിച്ച് എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം നടത്തിയ ഒരു ശ്രമം. അന്ന് അങ്ങനെയാണ് ഇലക്ഷൻ സ്ഥാനാർത്ഥിയെ എൻ്റെ പേര് പ്രഖ്യാപിച്ച് അന്ന് രാത്രിയിൽ പോസ്റ്റർ പതിപ്പിക്കപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ഒരു മതത്തെ കൂടി ചേർത്താണല്ലോ ഇങ്ങനെയെല്ലാം കൈകാര്യം ചെയ്യുന്നത്. മുൻപ് റിപ്പോർട്ടർ ടി വിയിൽ ഒരു മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്ന് ആക്ഷേപിച്ചു സംസാരിച്ചു. ഇത് അദ്ദേഹത്തിൻ്റെ രീതിയാണ്. അഴിമതിക്കെതിരായിട്ടാണ് ഞാൻ എന്ന് പറയും, മറ്റുള്ള എല്ലാവരും അഴിമതിക്കാരും കള്ളന്മാരുമാണെന്ന് പറയുക, എന്നിട്ട് സ്വന്തം ഇമേജ് ബിൽഡ് ചെയ്യാൻ. അതാണ് ഒരു രീതി. ചുറ്റും നിൽക്കുന്നവർ മോശക്കാരാണെന്ന് പറയുമ്പോൾ എന്നിട്ട് ഞാൻ ഇച്ചിരി മിടുക്കനാണ് എന്ന് സ്ഥാപിക്കുന്ന രീതിയാണ്